കാബൂളിൽ പാകിസ്ഥാൻ നടത്തുന്ന എയർ സ്ട്രൈക്കിനെ വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ രാത്രി പാകിസ്ഥാനിലെ 7ഓളം ബോർഡർ പ്രവിശ്യകൾ, ബോർഡർ സംസ്ഥാനങ്ങൾ ചുട്ടരിച്ചു, അഫ്ഗാനിസ്ഥാൻ ആർമി ചുട്ടരിച്ചു എന്നുള്ളതാണ്. താലിബാൻ ആർമി ചുട്ടരിച്ച ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഡസൻ കണക്കിന് പാകിസ്ഥാൻ സൈനികരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതും, ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ സഹായം ചോദിച്ചു എന്നൊക്കെയാണ് ഇന്നലെ രാത്രി വന്ന വാർത്തകൾ. അപ്പോൾ ഇങ്ങനെ അഫ്ഗാനിസ്ഥാന് മുമ്പിൽ മുട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് പാകിസ്ഥാൻ ആർമി ഇപ്പോൾ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അസീം മുനീറിന്റെ ഫാമിലിയൊക്കെ ലണ്ടനിലാണ്. ഇനിയിപ്പോൾ അസീം മുനീറും പതുക്കെ വലിയാനുള്ളൊരു സാധ്യത. കാരണം ഇവരിപ്പോൾ നോക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു, തൊട്ടടുത്ത ദിവസം അഫ്ഗാനിസ്ഥാനോട് അടി തുടങ്ങുന്നു. അപ്പോൾ ഇതെന്താണ് നടക്കുന്നതെന്നൊരു പിടി ഇവർക്ക് കിട്ടുന്നില്ല. ഇവരിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ ശരിക്കും പ്രകോപിപ്പിച്ചത് എന്തായിരിക്കും? അഫ്ഗാനിസ്ഥാനെ പ്രകോപിപ്പിച്ചത് എന്തായിരിക്കും എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനെ പ്രകോപിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാബൂളിലേക്ക് ഒരു ആക്രമണം നടത്തി. അപ്പോൾ നിരന്തരം അവിടെ ഒരു സുപ്രഭാതത്തിലുള്ള ഒരു വിഷയമല്ല, ഈ നിരന്തരം അവിടെ വിഷയമാണ്. ബോർഡറിന്റെ പ്രശ്നമുണ്ട്. ഈ അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡർ ഇതുവരെ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. അത് താലിബാൻ വന്ന സമയത്തല്ല, അതിന് മുമ്പ് അംഗീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് അവരുടെ ബോർഡർ അല്ല, സ്വാതന്ത്ര്യാനന്തരം അവരുടെ ബോർഡർ അല്ല, അവിടോട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ ആ പ്രദേശത്തേക്ക് ഇപ്പൊ തെഹ്രീക്കെ താലിബാന്റെ സഹായത്തോടു കൂടി, അതായത് പാകിസ്ഥാന്റെ താലിബാൻ, പാകിസ്ഥാന്റെ ബോർഡർ അല്ലെ തെഹ്രീക്കെ താലിബാൻ, ഈ TTPയുടെ വലിയ സ്വാധീനമുണ്ട് ഖൈബർ പത്തൂൺ മേഖലയിൽ. അവിടെ കയ്യിലാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലെ അതേ മാനസികാവസ്ഥയും അവിടെ അല്ലെങ്കിൽ അതേ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അവിടെ TT അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാനാണ് ഭരിക്കുന്നത്. ആ പ്രവിശ്യ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവിടോട്ടൊന്നും ഈ പറയുന്ന പാകിസ്ഥാൻ സൈന്യത്തിനൊന്നും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് തന്നെയാണ് ബലൂചിസ്ഥാനിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ചൈനയെ മറികടന്ന് അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം റെയർ മെറ്റീരിയൽസിന്റെ ഒരു ഖനനത്തിന് വേണ്ടി ബലൂചിസ്ഥാനിൽ അവർക്ക് അതാണ് ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ എന്ന് ലോകം മൊത്തം വിളിക്കുന്ന, ലോകത്തെങ്ങും അവരെ കൊണ്ടൊരു ശല്യമില്ലാത്ത, അവരുടെ വിമോചനത്തിന് മാത്രം പ്രവർത്തിക്കുന്ന, ഒരു രാജ്യത്തിലും കടന്നു കയറാത്ത അവരങ്ങ് ഫിയറായിട്ട് പ്രഖ്യാപിച്ചല്ലോ. എന്തിനാ? ബലൂചിസ്ഥാനിലെ ഖനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന റെയർ മെറ്റീരിയൽസിൻ്റെ ഖനികൾ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചൈനയെ ഏൽപ്പിച്ചിരുന്നു. ചൈനയ്ക്ക് അവിടെ കയറാനൊക്കത്തില്ല, പോർട്ടിൽ കയറാനൊക്കത്തില്ല, വിമാനത്താവളം ഉണ്ടാക്കി അവിടെയും കയറാനൊക്കെ 2300 കോടി രൂപ അതിനു വേണ്ടി മാത്രം. പിന്നെ ബെൽറ്റ് റോഡ് പദ്ധതി, അവിടെ കയറാനൊക്കാത്തപ്പോൾ ഈ സാധനം കാണിച്ചുകൊണ്ട് പെഹൽഗാം ആക്രമണം സിന്ധുവിന് ശേഷം നമ്മുടെ ട്രംപ് കൊച്ചാട്ടം ഇത് കൊടുക്കാം മറ്റേറെ എന്നുള്ള രീതിയിൽ. അപ്പം ചൈനക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചൈനയ്ക്ക് അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ചൈനയെ അവിടെ കയറുന്നതിന് സഹായമാകുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ പട്ടാളത്തിൻ്റെ ഇടപെടിയിലില്ല. കാരണം പട്ടാളത്തിൻ്റെ ഇടപെടിയില്ലെന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ. അപ്പോൾ അതോടെ ആയിക്കട്ടെ. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വിഷയം ബോർഡറിലെ വിഷയം ഈ പറയുന്നത് പോലെ അന്ന് പാകിസ്ഥാനകത്ത് ഈ സ്വതന്ത്രമായല്ലോ, അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായല്ലോ. അന്ന് അമേരിക്കയുടെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനികളുണ്ട്. അവരെ അന്ന് താലിബാൻ ഭരണത്തിലേറെ അവന്മാർ ഉണ്ടയിട്ട് ഓടി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങളെ ഇനി ഇവന്മാർ വെച്ചേക്കത്തില്ല. അവരുടെ അറിയാം താലിബാന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോഡ് വെച്ച് കൈയും കാലും വെട്ടി തലയും വെട്ടി ഊരക്കളയും. അപ്പോൾ അവർ പറഞ്ഞു ശരി, പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് അമേരിക്ക പറഞ്ഞു ബൈഡൻ ഇവരെ ഒരു 10 ദിവസത്തേക്ക് കൊണ്ടുവന്നു, ഒരു 10 ലക്ഷം പേരുണ്ട്, ഒരു 10 ദിവസത്തേക്ക് കൊണ്ടുവന്നു. ശരി, 10 ദിവസത്തേക്ക് നിർത്താൻ പറ്റാതെ തിരിച്ചു കൊണ്ടുപോകണം. യുവമാരെ അന്ന് അവിടെ കയറ്റി വിട്ടതാ. അന്ന് യുവമാരുള്ള സാധനം കൊണ്ടിട്ട് പണി നിർത്തി പോയില്ലേ ബൈഡന്റെ കാലത്ത്. അന്നാണല്ലോ താലിബാൻ വീണ്ടും ഇവിടെ കടന്നേറി അധികാരം പിടിച്ച്. അന്ന് അവിടുന്ന് താലിബാനെതിരെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഭയന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിപ്പിച്ച് അമേരിക്ക ഈ പാകിസ്ഥാൻ ഒരു ഇന്റർനാഷണൽ പണി കൊടുത്തു. ഒരു 10 ദിവസത്തേക്ക് ഇനി മുന്നോട്ട് നിർത്തിയാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവരെ മാറ്റിത്തരാന്ന് പറയും. ഇതുവരെ മാറ്റിയിട്ടില്ല. ഇതിനെ പുറത്താക്കാൻ വേണ്ടി ഇവർക്ക് പുറത്തു പോകാൻ പറ്റുമോ? അവർ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ പിടിക്കാൻ നിൽക്കുക, തെഹ്രീക്കെ താലിബാന്റെ കൂടെ നിൽക്കുക. ഈ ഇപ്പം പറയാം തെഹ്രീക്കെ താലിബാൻ TTPയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പ്രദേശമൊന്നുമില്ല. ബലൂചിസ്ഥാൻ ഒരു പ്രദേശത്താണ് വിഷയം. അല്ലെങ്കിൽ ഈ വേറെ പല പ്രവിശ്യകളും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സിന്ധു മേഖലയിൽ അല്ലെങ്കിൽ POKയിൽ മറ്റു വെള്ളത്തൊക്കെ ആ പ്രദേശത്തിൻ്റെ അധികാരം അവരിലേക്ക് വേണമെന്നാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ മൊത്തം പിടിക്കും. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വേണം ഞങ്ങൾക്ക്, അഫ്ഗാൻ മോഡലിൽ പാകിസ്ഥാൻ ഞങ്ങൾ പിടിച്ചിരിക്കും. അതായത് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണം പിടിച്ചിരിക്കും എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവർക്കും വലിയ ശക്തിയുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അവർ സൈനിക ബലത്തിൽ മറ്റു രീതിയിലോടൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അവിടെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിലേക്ക് ഒരു വ്യോമാക്രമണം നടത്തി. അവർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അഫ്ഗാനിസ്ഥാൻ പറയാൻ ഞങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല.
പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ വന്ന് നടത്തിയതിനുള്ള കാരണം ലോകത്ത് ഉള്ളവർ ഈ പാകിസ്ഥാനോട് ചോദിച്ചു പറഞ്ഞു, ഇവിടെ ആ അഫ്ഗാന്റെ മണ്ണ്, അഫ്ഗാനായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, താലിബാനായിട്ട് ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, അഫ്ഗാന്റെ മണ്ണ് ഒരിക്കലും ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ആരായത് പറയുന്നത്? പാകിസ്ഥാനാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ TTP നേതാവിനെ കൊന്നു എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചെന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം താലിബാൻ ഇതുവരെ അതിനുവേണ്ടി അല്ലെങ്കിൽ സ്ഥിരീകരണം കൊടുത്തിട്ടില്ല, കൊന്നൊന്നും അംഗീകരിച്ചിട്ടുമില്ല. മരിച്ചില്ലെന്നും ഔദ്യോഗികമായിട്ട് അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചെന്ന് പറയും. അതിനുശേഷം പാകിസ്ഥാൻ നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ 6 പ്രവിശ്യകൾ നിരന്തര ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ആക്രമിക്കാം, പുറത്തുനിന്നും ആക്രമിക്കും. മനസ്സിലായില്ലേ? ബോർഡർ ഇതിനകത്ത് ഇവരുടെ കക്ഷികൾ മൊത്തം ഉണ്ട്. ഇവർക്ക് പ്രശ്നം അതല്ലേ. നമ്മൾ ഇന്ത്യക്കകത്ത് ഈ കളി വല്ലപ്പോഴും ഒളിഞ്ഞു കയറി വന്നിട്ട് ഇവിടെ വെടിവെച്ചിട്ട് പോകുന്ന പോലല്ല. പാകിസ്ഥാനകത്ത് മൊത്തം ആഭ്യന്തര ശത്രുക്കളാണ്. ഈ ബോർഡർ തിരിച്ചപ്പോൾ ഇപ്പുറത്തായി പോയവരാണ്. ഇപ്പുറത്തായി പോയവരുണ്ട്. അവർ പിടിച്ച് ബോർഡറിന് അവർ പറയുന്ന ബോർഡറിലേക്ക് അവർ കയറി നിൽക്കുന്നു. അവർ പറയുന്ന ബോർഡറിലേക്ക് അവർ കയറി നിൽക്കുക. വിജയ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആ ബോർഡർ ഒന്നും ക്ലിയർ ചെയ്യാനൊന്നും പാകിസ്ഥാനൊന്നും പറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് നിരന്തരം അവിടെ അടിയുക. അതിനകത്തൊക്കെ അവരുടെ മേൽക്കോയ്മയാണ്. ഇവിടെ ഗറില്ല യുദ്ധമുറയാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വലിയ തന്ത്രമാണ് അങ്ങനത്തെ. ഇപ്പൊ പിന്നെ അവർക്ക് ഗറില്ല ഇപ്പൊ അവരുടെ സൈനികർക്കൊക്കെ എങ്ങാണ്ടൊന്നും അറിയത്തില്ല. ഭയങ്കര തൂക്കവും കയ്യിലുണ്ട്. ഭയങ്കരമായിട്ട് പരേഡൊക്കെ നോക്കുമ്പോൾ ഈ ഇന്ത്യക്കാർ പരേഡ് ചെയ്യുന്നോട് തോന്നുന്നുണ്ട് കേട്ടോ. സ്റ്റഡി നേരത്തെ അതേ രീതിയിലൊന്നും കൃത്യമായിട്ടൊന്നും പരേഡൊന്നും അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് അല്ല പട്ടാളക്കാർക്ക് ഇപ്പൊ അവർ പരേഡ് ചെയ്യുന്ന പഴയതുപോലെ ഇന്ത്യക്കാർ പരേഡ് ചെയ്യുന്നവരൊക്കെ തോന്നുന്നത്. പരേഡ് കണ്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത് അതിനകത്ത് ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യ സഹായിക്കുന്നു എന്നൊക്കെ ഈ പാകിസ്ഥാൻ നിരന്തരം പറയുന്നത്. അത് ബലൂചിസ്ഥാനെ സഹായിക്കുന്നൊക്കെ പറയുന്നത് നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കൊന്നും അറിയത്തുമില്ല. ഇന്ത്യ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. നമുക്ക് ഇവിടുത്തെ പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യാൻ സമയമില്ലാതെ ചെയ്യുന്ന സമയത്ത് ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ പോയി പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യാൻ, ബലൂചിസ്ഥാനിൽ പോയി അവിടെ തോക്ക് കൊടുക്കാൻ, ഇതൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ തന്നെ സമയമില്ലാത്ത സമയത്ത് ഈ ഇതൊക്കെ ഇവരങ്ങ് ആക്ഷേപം പറയും നമ്മളായത് മൊത്തം ജയിക്കുന്നത്. ഏതായാലും 2014 ശേഷം ഇവർക്കെല്ലാം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ അടുത്ത് കിടക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. ഇപ്പം നിങ്ങൾ നല്ല ഒരു സമ്പന്നനാക്കി നിങ്ങളോട് സഹകരിച്ചിരിക്കുന്ന ഒരുത്തന് അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമുള്ള ഒരുത്തനെ നിങ്ങളെ ഉറ്റുനോക്കി ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരുത്തനൊക്കെ ഡെവലപ്മെന്റ്സ് വരും. ഇനി ഇന്ത്യ എങ്ങാനും നോക്കി ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ അഫ്ഗാൻ ഈ തെഹരീകെ താലിബാൻ ഉള്ള TTP നേതാക്കന്മാരും അല്ലെങ്കിൽ അഫ്ഗാനിലെ സൈനികരും ഒക്കെ ഒരേ മാതൃകയാക്കി വേണ്ടി ഏകലവ്യ എന്ന് പറഞ്ഞ ഒരാളിനെ അറിയത്തില്ലേ? ദ്രോണർ അദ്ദേഹത്തിന് ദളിതനായതുകൊണ്ട് കണ്ട് അമ്പയ്യാന്ന് പഠിപ്പിക്കത്തില്ല. അയാൾ ഈ ദ്രോണർ ഒളിച്ചു നിന്ന് പഠിച്ചെന്നോ ദ്രോണറുടെ പടം വെച്ച് പഠിച്ചെന്നോ ഏതായാലും അമ്പയ്യുന്ന കാര്യത്തിൽ അർജുനെ വെല്ലുന്ന രീതിയിലേക്ക് പുള്ളി വന്നെന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ കാണാൻ ഒളിച്ചു നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അറിയാനൊക്കത്തില്ല. ഏതായാലും അവരിപ്പം 2014 ശേഷം ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആൾക്കാരും TTPയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ അടിച്ച് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ മുനീർ എവിടാന്ന് അറിയത്തില്ല. മുനീർ ന്യായമൊക്കെ പറയും, പുലി കത്തിക്കുമെന്ന് പറയും, കാച്ചുമെന്ന് പറയും, തീർത്ത് കളയുമെന്ന് പറയും, ഞങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയും. എവിടെയെങ്കിലുമൊക്കെ നിന്നില്ല. നല്ല രാഷ്ട്രീയ പാർട്ടി ഇപ്പം ആൾക്കാർ പ്രസംഗിച്ചതിന് ശേഷം പോകത്തില്ലയോ? പോയതിനു ശേഷം അടിമൊത്തം മേടിക്കുന്നത് ഈ നമ്മുടെ ഈ വാര്യർക്ക് മേടിക്കുന്ന പോലുള്ള ആൾക്കാർക്ക് മേടിക്കും. ഇവൻ ഇപ്പം ഈ സമയത്തും ഇവൻ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇവൻ ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയാൻ നമ്മുടെ സമയത്ത് ഈ പറയുന്ന അക്രമമൊക്കെ നടന്നപ്പോൾ ഈ പറയുന്ന പോലെ ഇവൻ എവിടെ ആയിരുന്നു അറിയത്തില്ല. ഇവരെ പെണ്ണും പിള്ളേരെ എല്ലാം കൊണ്ട് ലണ്ടനിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ എവിടെ പാത്തിരിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാം ക്ലിയറായി കഴിഞ്ഞപ്പോൾ അയാൾ വെളിയിൽ നമ്മുടെ പട്ടാളം അന്ന് ഓരോ ദിവസവും അടി കൊടുത്തതിൻ്റെ അടിച്ചിട്ടതിൻ്റെ ഡ്രോണുകളുടെ എണ്ണം വിമാനത്തിൻ്റെ എണ്ണം കൊന്നതിൻ്റെ ഒക്കെ കണക്ക് പറയുന്ന സമയത്ത് ഇവൻ ഇപ്പം ഇല്ല. ഇപ്പം തന്നെ ബോർഡറിലെ പോസ്റ്റുകളെല്ലാം പിടിച്ചു. 7ഓളം പ്രവിശ്യകൾ നിന്ന് കത്തുകയാണ്. അവർ ഒരടി അങ്ങോട്ട് കൊടുത്ത് തീർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ നിൽക്കുക വിദേശകാര്യമന്ത്രി. ഇപ്പൊ ഇവർ ഇനിയും പറയാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് അടുപ്പിക്കുമായിരിക്കുമെന്നായിരിക്കും. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ അടുപ്പിക്കുന്നു. മനസ്സിലാവുന്നേ? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ അടുപ്പിക്കുന്നു. 12ഓളം ഔദ്യോഗികമായിട്ട് 12 ഇവന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 എണ്ണം ചത്ത് കാണും. കാരണം ഇവന്മാർ അവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. കാരണം അവർ കൊടുക്കുന്നത് 12 പേര് അത്രേ പറയത്തുള്ളൂ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മുനീർ പൊങ്ങിയിട്ട് ഇനി ഒരു സെൽഫ് പ്രൊമോഷൻ ചെയ്യും. അതായത് അടുത്ത പ്രൊമോഷൻ കൂടെ പോകും. ഫീൽഡ് മാർഷലാണ്. ഇപ്പം സൈനിക മേധാവിയാണ്. അതിപ്പോ വേറെ കാര്യമുണ്ട്. ഈ ഓരോരുത്തർക്ക് ഓരോ തൊഴിലുണ്ടല്ലോ. നമ്മൾ പണ്ട് ഒരു കഥ ഞങ്ങൾക്ക് അറിയത്തില്ലേ? നമ്മൾ അത് അറിയാതെ പറ്റി പോകുന്നത്. ഈ ഒരു 2 പേര് കല്യാണം കഴിച്ചു. 2 പേര് കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയൊക്കെ കഴിച്ചിട്ട് രാവിലെ എണീറ്റിട്ട് കല്യാണം കഴിച്ചു ഓർമ്മയുണ്ട്. അപ്പൊ ഇവര് ചാടി എണീക്കുന്നു. ഇയാള് പൈസ കൊടുക്കും. അവര് മറ്റൊരു മേടിക്ക് ഇവിടെ വയ്ക്കുന്നു.
ഇച്ചിരി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് ബോധം വന്നേ. മനസ്സിലായല്ലോ, ഇയാള് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഇവന് കോട്ടിട്ട ഭീകരനാണ്. അപ്പൊ അവൻ ഭീകരൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒളിച്ചിരിക്കുക, സ്വയരക്ഷയ്ക്ക് ഇരിക്കുക, എന്നിട്ട് വീണ്ടും വന്നിട്ട് ഉണ്ടാക്കുക, ബങ്കർ. ഇപ്പൊ അവന് ബങ്കറിലാണ് ഏതോ സ്ഥലത്ത് കയറി ഇരിക്കും. അപ്പൊ അതേ രീതിയിലാണ് കമേനി പോകുന്നത്. എവിടെയാ അവിടെ കമേനി പോകുന്നത്? എവിടെയായാലും എത്രതായാലും കഴിഞ്ഞ ദിവസം താലിബാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വിളച്ചിലെടുക്കരുത്, വിളച്ചിലെടുത്താൽ അടി നിങ്ങൾക്ക് തരും. ഈ മുനീറിൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞല്ലോ, മുനീറെ നിന്നെ കാച്ചിക്കളയും, നീ ഈ ഭീകരവാദ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ഇത് അനുവദിച്ച് തരാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, മുനീറെ നിന്നെ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല. അമേരിക്ക എടുത്ത് പറഞ്ഞത് നേരത്തെ കളിച്ച കളിയും കൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പോർട്ടും വേണം, അല്ലെങ്കിൽ പോർട്ട് വേണം, കോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടിച്ച് ഇതിൻ്റെ പൊച്ചൻ്റെ ഇരിക്കും എന്നുള്ള രീതി അമേരിക്കയോടെ പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കി, അമേരിക്കയുടെ ഒരു ഗതികേട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഞങ്ങളാ ഇതെല്ലാം തീരുമാനിക്കുന്നു പറഞ്ഞു താലിബാൻകാർ പറഞ്ഞു ഇവിടെ കിടന്ന് അടിച്ച് ഇതിൻ്റെ പൊച്ചൻ്റെ ഇരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പറ്റില്ല. നമ്മളിതിന് വലിയ കോടീശ്വരന്മാരും വലിയ സെറ്റപ്പിൽ സൂട്ടൊക്കെ അമേരിക്ക പറയുന്നത് ഭ്രാന്തന്മാരാണെന്നും പറയാൻ ഒരുപാട് വലിയ കോടീശ്വരന്മാരെ കണ്ടിട്ട് വലിയ സൂട്ടും കോട്ടും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്, വലിയ വീടുണ്ട്, ബെൻസ് BMW അല്ലെങ്കിൽ അതുപോലെ സംവിധാനമുണ്ട്, വാതുക്കൽ കാവൽക്കാരുണ്ട്, എല്ലാ രീതിയിലും കൊണ്ടുവന്നിട്ട് ഈ വീടിന്റെ വാക്കെ ചിലവന്മാർ വന്നിട്ട് ഇറങ്ങി വേണേ ഇറങ്ങി വേണേ എന്ന് പറഞ്ഞ് എല്ലാ ഭാഷയിലും ചീത്ത വിളിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന നിസ്സഹായാവസ്ഥ. നോക്കുമ്പോൾ ആ നാട്ടുകാരുടെ നോക്കുമ്പോൾ ഈ വലിയ സേട്ടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാണ്ട് ആ വന്ന് ആ ദിവാര കൊച്ചാട്ടുണ്ട് ആ ഷാപ്പിക്ക് രണ്ട് കള്ളു പഠിച്ചിട്ട് വന്ന് ഇവനെ ആച്ചറം പൂച്ചറം ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ലോകക്രമത്തിലുള്ള അവസ്ഥ. കാരണം ഇതാണ് ആര് പറഞ്ഞാലും കേൾക്കുന്നത്. ഹമാസ് യുദ്ധം നിർത്തിയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പുള്ളി അനൗൺസ് ചെയ്ത് ഈജിപ്റ്റ് പോയി ചർച്ച നടത്തുന്നു, എവിടെയൊക്കെ പോയി ചർച്ച നടത്തുന്നു, അവന്മാർ ഇതുവരെ അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ ആ പറഞ്ഞത് കത്തിക്കുക കാച്ചിക്കളയെന്ന് പറഞ്ഞു, വാടാ കാന്നൊന്ന് കാച്ചി, എത്ര ആളും കൊണ്ട് കാച്ചുമെന്ന് പറയും. എവിടെ കാച്ചുന്നേ? ഉക്രൈന് ചെല്ലുക. ഉക്രൈൻ ഇന്ന ദിവസം കഴിഞ്ഞ ദിവസം ഉക്രൈൻ്റെ ഇപ്പം വിജയം തോന്നിട്ട് ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞു ചേട്ടൻ ഈ ഹമാസിലെ യുദ്ധം നിർത്തിയിട്ട് ഞാൻ പിന്നെ ആലോചിക്കാം. ചേട്ടാ എന്തൊരു നാശമെന്ന് പറഞ്ഞാൽ നനച്ചു. ട്രംപിൻ്റെ അടുത്ത് പറയാം ഹമാസിൽ, അപ്പൊ അവനറിയാം ഹമാസിൽ യുദ്ധം ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. ഇവനിപ്പോൾ യുദ്ധം നിർത്തിയിട്ട് വലിയ കാര്യമില്ല. യുദ്ധം നിർത്തിയാൽ ജീവിക്കാൻ മാർഗമൊന്നുമില്ല. അത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക, പലയിടത്തും വല്ലതും കിട്ടുക, അത് മേടിച്ച് ഭക്ഷണവും കഴിക്കുക, ഇങ്ങനെ പോകാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മൾ അമേരിക്കയുടെ കഥ പറയുമ്പോഴും യുക്രൈൻ്റെ കഥ പറയുമ്പോഴും ആരുടെ കഥ പറയുമ്പോഴും പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, പ്രശ്നത്തിലാണ്. ഇവിടെ റെയർ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ സഹായത്തോടുകൂടി ഖൈബർ പത്തുങ്ക മേഖലയും അല്ലെങ്കിൽ ബലൂചിസ്ഥാനും ഒന്ന് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1-2 ബോംബിട്ട് നോക്കിയതാ. അത് വലിയ വിഷയത്തിലേക്ക് പോയി, കാബൂളിലേക്ക് ഒരു അടി നടത്തി, അല്ലെന്നും ആണെന്നും പറഞ്ഞ് എന്തായാലും പാകിസ്ഥാൻ തന്നെ അടിച്ചാണ്. അതിനുള്ള തിരിച്ചടി അന്നേ നമ്മൾ ചർച്ച ചെയ്താണ്, വലിയ ഭീകരമായിരിക്കും. ആ അവസ്ഥയിൽ ഇന്ത്യയിൽ വന്ന അവസ്ഥയിലാണ് താലിബാൻ കയറി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കയറി താലിബാനെ ആക്രമിക്കുന്നത്. അത് അങ്ങനെ വേണ്ട എന്നുള്ള പാകിസ്ഥാന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനമാണ് എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതിന് അതിന് തിരിച്ചടി വളരെ ശക്തമായിട്ട് അന്നേ താലിബാൻ പറഞ്ഞാണ്. ഏതായാലും തിരിച്ചടി തുടങ്ങി, നിവർത്തിയില്ല, മുനീർ മുങ്ങി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.